നമസ്കാരം. പ്രവചനങ്ങൾ, ചർച്ചകൾ, പ്രതീക്ഷകൾ, കൂട്ടിക്കിഴിക്കലുകൾ, നേട്ടങ്ങൾ, കോട്ടങ്ങൾ. അതെ, നമ്മുടെ ചായക്കട വർത്തമാനം തൊട്ടങ്ങ് ഇന്ദ്രപ്രസ്ഥം വരെ ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെയാണ് സംസാര വിഷയം. വോട്ടുകാലം ഇങ്ങ് എത്തിക്കഴിഞ്ഞല്ലോ. ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ കാഴ്ചകളാണ്, തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. എല്ലാ പ്രേക്ഷകർക്കും തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ പോലും ഞെട്ടിച്ച് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനും പാർട്ടി വക്താവുമായ ടോം വടക്കൻ ബിജെപിയിൽ ചേർന്നു. എന്തായിരിക്കും ജനങ്ങൾക്ക് പറയാനുണ്ടാവുക? കേൾക്കാം ജനശബ്ദം. ടോം വടക്കൻ മാത്രമല്ല ഇപ്പോൾ പോയിരിക്കുന്നത്. നാം അറിഞ്ഞത് ഒരു ഡസനോളം ആളുകൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി ആരാണ് ബാക്കി കോൺഗ്രസിൽ നിന്ന് നമുക്കറിയില്ല. അവസാനം വന്ന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എത്തുമെന്നാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകരൊക്കെ, സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. AICCയുടെ വക്താവായിരുന്ന ആളാണ് ഈ ടോം വടക്കൻ. തൃശ്ശൂർ ഇങ്ങേർക്ക് സീറ്റ് കിട്ടാണ്ട് ഇയാൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നാളത്തെ BJPയിലാണ് എന്നൊരു ഉറപ്പാണ്. എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ പോലും ഞെട്ടിക്കുന്നതാണ് ഈ AICC വക്താവായ ടോം വടക്കന്റെ BJPയിലേക്കുള്ള കൂറുമാറ്റം എന്ന് പറയുന്നത്. അത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും സീറ്റ് നേടിക്കൊടുക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതിന്റെ ഒരു തെളിവാണിത്. ഇത്തരത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാവി ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇത് സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെയാണോ പാർലമെന്റിൽ അയക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ ഈ ഒരു സംഭവത്തോടു കൂടി വിലയിരുത്തും. ടോം വടക്കൻ മാറുന്നത് ഇങ്ങനെയൊക്കെ ഈ പണത്തിന് വേണ്ടി മറ്റുള്ളവർക്കൊക്കെ പോകുന്നത് ശരിയാണ്? എന്തായാലും നിങ്ങൾ സാധാരണക്കാരൻ എങ്ങനെയാണ്? പണത്തിന് വേണ്ടി അപ്പുറത്ത് പോയി എന്ന് പറയുന്നത് അത് ഒട്ടും ശരിയല്ലാത്ത കാര്യം തന്നെയാണ്. ഒരു സംഘടനയിൽ നിന്നിട്ട് അത് മാറുന്നത് ശരിയല്ല. അവരവരെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, അവരെ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ വേണ്ടി അങ്ങനെ രാഷ്ട്രീയത്തിൽ ചേരും. അത്രേ ഉള്ളൂ. അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, അത്രേ ഉള്ളൂ. ഇല്ലാതെ രാജ്യത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല. അതാണ്. അവർക്ക് കുടുംബം നന്നാക്കണം, അല്ല നാട് നന്നാക്കാൻ ആർക്കും താല്പര്യമൊന്നുമില്ല. അതാണ്. ഇന്നലെ വരെ മോദി സർക്കാരിനെ ചീത്ത വിളിച്ചും അദ്ദേഹത്തെ അവഹേളിച്ചും കൊണ്ട് നടന്ന ടോം വടക്കൻ ഇന്ന് പണത്തിൻ്റെ ലാഭം കാരണം മാത്രം മോട്ടിവേഷൻ ആ ഒരു പർപ്പസ് മാത്രം മുൻനിർത്തി കണ്ടുകൊണ്ട് BJPയിൽ ചേർന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ എന്ന നിലയിലും നിയമജ്ഞൻ എന്ന നിലയിലും എന്തായാലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത് ഒരു രാഷ്ട്രീയമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനൊരു പണത്തിൻ്റെ വെറും ഒരു കളികൾ മാത്രമാണ്. ഇന്ന് പകല് കാണുന്ന കോൺഗ്രസ് നാളെ BJP ആവുന്നു. അത് MP ആയാലും MLA ആയാലും സാധാരണ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ്സിൽ ഒരു പ്രതീക്ഷയും രാജ്യത്തിലെ ജനങ്ങൾക്ക് ഈ ടോം വടക്കൻ ഉൾപ്പെടെയുള്ള ആളുകളായാലും അതിനേക്കാൾ വലിയ ആളുകളായാലും BJPയിലേക്ക് കയറി ചെല്ലും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ഒരു അഭിപ്രായമാണ്. ഏവർക്കും അറിയാവുന്നതാണ്, കോൺഗ്രസ്സിലെ ഒരാളെ നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുകയാണെങ്കിൽ അത് എന്തായാലും BJP വിലക്കെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പറ്റിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ്. ടോം വടക്കന്റെ BJP പ്രവേശനത്തെക്കുറിച്ച് നേതാക്കൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? ടോം വടക്കൻ BJPയിലേക്ക് പോയതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ലെന്നും കോൺഗ്രസിന് ഇത് പുതുമയുള്ള കാര്യമല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ടോം വടക്കൻ ചെയ്തത് ചാരപ്പണി എന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. വടക്കനെ കൊണ്ട് ഒരു പ്രയോജനവും കോൺഗ്രസിന് ഉണ്ടായില്ല എന്നും മുരളീധരൻ പറഞ്ഞു. എന്നാൽ ടോം വടക്കന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള വ്യക്തമാക്കി. ഇത്തരം കൂടുതൽ വാർത്തകൾ ഇനി കേൾക്കാമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞിട്ടുണ്ട്. കേൾക്കാം നേതാവിന്റെ വാക്ക്. കോൺഗ്രസ് BJPയുടെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറുകയാണെന്ന്. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരാണ് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ കഷ്ടകരമായിട്ടുള്ള കാര്യം നിൽക്കുന്നത് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പങ്കെടുത്ത് ജയിച്ച
ജനപ്രതിനിധികൾ അവർ BJPയിലേക്ക് മാറിയിരിക്കുന്നു, കോൺഗ്രസ്സുകാരായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒട്ടും ആശ്ചര്യപ്പെടാനില്ല. നമ്മുടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വോട്ടർമാർക്ക് ഒരാശങ്കയുണ്ടാവില്ല. നല്ല കരുത്തോടെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. ഈ സാഹചര്യം അവർ കൃത്യമായി മനസ്സിലാക്കി പ്രതികരിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. പാർട്ടി ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ ഒരു ചാരപ്പണി ചെയ്തത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പുതിയ ടീം വന്നപ്പോൾ ആ ടീമിൽ അദ്ദേഹം പെട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ മറുകണ്ഠം ചാടാനുള്ള ശ്രമത്തിൻ്റെ പിന്നിൽ ഉണ്ടായത്. ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന സംസ്കാരമാണ് കോൺഗ്രസിന് എന്ന് പറഞ്ഞു. ഈ വടക്കനെ കൊണ്ട് എന്ത് ഉപകാരമുണ്ടായിട്ട് കോൺഗ്രസ് പാർട്ടി? അയാൾ TV-യുടെ മുമ്പിൽ ഇരുന്നിട്ട് മലയാളമാണോ ഇംഗ്ലീഷാണോ പറയുന്നതെന്ന് നാട്ടുകാർക്കൊന്നും അറിയില്ല. കുറേ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. പാർട്ടിയെ ഏൽപ്പിച്ച് ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായ നേതാക്കന്മാർ, APC ചുമതലകളും മറ്റും വഹിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ തരത്തിൽ ചുമതലയുള്ളവർ, അവരെ വരെ ഞാൻ ഡൽഹിയിൽ പോയി നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലാണ്. അതിൽ നിന്ന് ആളുകൾ ചാടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ടോം വടക്കൻ വന്നത് ഒരാദർശപരമായ കാരണങ്ങളുടെ പേരിലാണ്. വാസ്തവത്തിൽ ഇത്തരം ഒരു പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി ഡൽഹി ഇരിക്കാന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരാൾ ഇന്ന് ഈ ദേശവിരുദ്ധ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിപ്പെടുന്നതിൽ മനം നൊന്ത് വന്നത് നല്ല കാര്യമാണ്. മലയാളി ചിന്തിക്കേണ്ടതാണ്. ഞങ്ങളേതായാലും ഇങ്ങനെ വരുന്ന ആളുകളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? വോട്ടർമാർ എന്തെല്ലാം അറിയണം? കാണാം വോട്ടർ അറിയാൻ. രാജ്യത്തെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ VVPAT സംവിധാനം ഉണ്ടായിരിക്കും. വോട്ട് നൽകിയ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ അത് ലഭിച്ചിരിക്കുന്നതെന്ന് സമ്മതിദായകന് ഈ സ്ലിപ്പിൽ കണ്ട് ബോധ്യപ്പെടാം. വോട്ട് ചെയ്ത ഉടൻ തന്നെ VVPAT മെഷീനിൽ സ്ലിപ്പ് പ്രത്യക്ഷമാകും. 7 സെക്കൻഡ് സമയം സ്ലിപ്പ് കാണാവുന്നതാണ്. സ്ത്രീകൾക്കായി എല്ലാ മണ്ഡലങ്ങളിലും ഒരു ബൂത്ത് അനുവദിച്ചിട്ടുണ്ട്. CVGIL ആപ്പ് വഴി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അധികൃതരെ അറിയിക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. വോട്ട് ചെയ്യാൻ ഫോട്ടോ പതിച്ച വോട്ടർ സ്ലിപ്പ് മാത്രം മതിയാവില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഇല്ലാതെ വോട്ടർ സ്ലിപ്പ് മാത്രമായി വരുന്നവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. വോട്ടുകാലത്ത് ചുവരുകൾ അങ്ങനെ നിറയുകയാണ്. കാണാം ചുവരെഴുത്ത്. മൂന്ന് പതിറ്റാണ്ടിനും മായ്ക്കാനാവാത്ത ഒരു ചുവരെഴുത്തുണ്ട് കുമരകത്ത്. 1987 TK രാമകൃഷ്ണനായി എഴുതിയ ചുവരെഴുത്താണ് കാലത്തിന്റെ കൗതുകമായി ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് TK രാമകൃഷ്ണന് വോട്ട് ചെയ്യുക. നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. കുമരകം ജെട്ടി പാലത്തിന്റെ താഴെ ഇന്നും മായാതെ നിൽക്കുന്നു 30 വർഷം പഴക്കമുള്ള ഈ ചുവരെഴുത്ത്. വെള്ളക്കുമ്മായത്തിൽ നീല കറുപ്പ് നിറങ്ങളിലുള്ളതാണ് ഈ എഴുത്ത്. മുകളിൽ നിന്ന് താഴേക്ക് കയർ കെട്ടിയിറക്കിയ പലകയിൽ നിന്നാണ് ചുവരെഴുതിയതെന്ന് നാട്ടുകാർ ഇന്നും ഓർക്കുന്നു. അത് 1987 കാലഘട്ടത്തിൽ TK ഇവിടെ ആദ്യമേ മത്സരിക്കാൻ വരുന്ന സമയത്താണ് ഈ ചുവരെഴുത്ത് ഇവിടെ ഉണ്ടായത്. ഈ പാലത്തിനിടയിൽ ഈ എഴുത്തുണ്ടായത്. അത് സുഗുണൻ എന്ന് പറയുന്ന ഒരു പെയിൻറ്ററാണ്. കുമരകത്തെ ഒരു ആദ്യകാലത്തെ ഒരു പെയിൻറ്ററാണ്. അത് അദ്ദേഹം എഴുതിയതാണ്. അത് ഇന്നും ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും എല്ലാ തെരഞ്ഞെടുപ്പുകളും വരുന്നതാണ്. ഇപ്പോഴും അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് ആ സഖാവ് TKനെ ഈ തെരഞ്ഞെടുപ്പിലും ഒരു ഓർമ്മ എന്നും അദ്ദേഹത്തിന് നിലനിൽക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കോട്ടയം മണ്ഡലത്തിൻ്റെ ഒരു വികസനം എന്ന് പറയുന്നത് ശരിയായി കണ്ടത് സഖാവ് TK ഇവിടെ മത്സരിച്ചതിന് ശേഷമാണ്. നേരത്തെ കോട്ടയം കുമരകം വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഈ ബോട്ടിയെട്ടി വരെ വരുന്നുള്ളായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് കവണാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ ഒരു പാലം പണിതു. അതിനുശേഷം കൈപ്പഴമുട്ട് പാലം പണിതു. അങ്ങനെ
കോട്ടയം എറണാകുളം തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തു. ഇതൊരു ഹൈവേയുടെ തരത്തിലേക്ക് ഉയർത്തി ഈ റോഡിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഒരു വലിയ കോട്ടയം ജില്ല കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു വികസനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുവന്നത് സഖാവ് ടി.കെ.യാണ്. ആപ്പിത്തറയിലെ CPI പ്രവർത്തകനായിരുന്ന അന്തരിച്ച സുഗുണനാണ് ചുവർ പെയിന്റ് ചെയ്തത്. പിന്നീട് ആ ചുവരിൽ ആരും എഴുതാതെ പോയതിന് കാരണം പൊതു ഇടങ്ങളിലെ ചുവരെഴുത്ത് പാടില്ലെന്ന നിയമം വന്നതുകൊണ്ടാണെന്ന് നാട്ടുകാർ പറയുന്നു. 6 തവണ വിജയിച്ച ശേഷം സ്വന്തം തട്ടകമായ തൃപ്പൂണിത്തറയിൽ പരാജയം ഏറ്റുവാങ്ങിയ T.K. രാമകൃഷ്ണൻ 1987 സുരക്ഷിത ഇടം തേടിയാണ് കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ പോരിനിറങ്ങിയത്. അദ്ദേഹത്തിന്റെ എതിരാളിയാകട്ടെ KPCC ജനറൽ സെക്രട്ടറി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. അന്ന് 9526 വോട്ടിനാണ് T.K. കോട്ടയത്ത് വിജയിച്ചത്. 1991 രണ്ടാം വട്ടം T.K. കോട്ടയത്ത് മത്സരിച്ചു. കേരള ദേശീയവേദി പ്രസിഡന്റ് ചെറിയാൻ ഫിലിപ്പായിരുന്നു എതിരാളി. കാരണവരും കന്നിക്കാരനും തമ്മിലുള്ള മത്സരം. ആ ഏറ്റുമുട്ടൽ അത്ര എളുപ്പമായിരുന്നില്ല T.K.ക്ക്. രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്ന് രാജ്യത്തൊട്ടാകെ ആഞ്ഞുവീശിയ സഹതാപ തരംഗം അത്രയായിരുന്നു. അക്കുറി ജില്ലയിലെ 10 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും ജനങ്ങൾ ഐക്യമുന്നണിക്കൊപ്പം നിന്നു. എങ്കിലും കോട്ടയം T.K. കൈവിട്ടില്ല. 2682 വോട്ടുകൾക്ക് T.K. ജയിച്ചു. 1996 മുൻ മുഖ്യമന്ത്രി R. ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കറായിരുന്നു T.K.യുടെ എതിരാളി. മുൻ പ്രാവശ്യത്തെക്കാൾ 5000-ലധികം വോട്ട് കൂടുതലായി നേടി T.K. 3ാം വിജയവും ഉറപ്പിച്ചു. അങ്ങനെ 3 പതിറ്റാണ്ടിന്റെ വിജയകഥകൾ കൂടി ഈ ചുവർ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തങ്ങളുടെ കന്നി വോട്ട് ഇടതുപക്ഷത്തിനെന്ന ട്രാൻസ്ജെൻഡർ സമൂഹം സ്വന്തം വ്യക്തിത്വത്തിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നതിന്റെ ആവേശത്തിലാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ നേതാവായ രഞ്ജു രഞ്ജിമർ. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറായ രഞ്ജു തന്റെ വോട്ട് ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റിനാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. വോട്ടവകാശം ലഭിച്ച സാഹചര്യത്തിൽ തങ്ങളുടെ വോട്ട് ആർക്ക് എന്ന കാര്യത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംശയമില്ല. ട്രാൻസ്ജെൻഡറുകളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്താൻ കഴിഞ്ഞത് ഇടത് സർക്കാരിനാണെന്ന് അവർ പറയുന്നു. തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇടത് പ്രതിനിധികൾ പാർലമെന്റിൽ എത്തേണ്ടത് അനിവാര്യമാണ്. അതിനാൽ കന്നി വോട്ട് ഇടതുപക്ഷത്തിന് തന്നെയെന്ന് ട്രാൻസ്ജെൻഡർ നേതാവ് രഞ്ജു രഞ്ജിമർ പറഞ്ഞു. നമ്മൾക്ക് വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിക്കാനും ശബ്ദമുയർത്താനും കേന്ദ്രത്തിൽ ആള് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇടതുപക്ഷ സർക്കാർ നേതാക്കന്മാർ വിജയിച്ചു പോകണം. അവർ വിജയിച്ചു പോയാൽ മാത്രമേ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അവിടെ ആളുണ്ടാവുകയുള്ളൂ. ആർക്ക് വോട്ട് ചെയ്യണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണെങ്കിലും തങ്ങളുടെ സമൂഹത്തിന്റെ 90% വോട്ടും ഇടതുപക്ഷത്തിനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രഞ്ജു പറഞ്ഞു. എറണാകുളം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി P. രാജീവിനെ കുറിച്ച് രഞ്ജുവിന്റെ പ്രതികരണം ഇങ്ങനെ: എനിക്ക് എറണാകുളത്ത് P. രാജീവിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണങ്ങളുമായിട്ട് വളരെ സജീവമായി ഞാൻ രംഗത്തുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്ന് ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുകയാണെന്നും രഞ്ജു രഞ്ജിമർ പറഞ്ഞു. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. ഇടത് സ്ഥാനാർത്ഥിയെ പ്രദീപ് കുമാറിന് വിജയാശംസകൾ നേർന്ന് MT വാസുദേവൻ നായർ. കോഴിക്കോട് MLA എന്ന നിലയിൽ പ്രദീപ് കുമാറിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിട്ട് കണ്ടതാണെന്ന് MT. പാർലമെന്റിൽ അധികാരം കൂടി ലഭിച്ചാൽ പ്രദീപ് കുമാർ നാടിനു വേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നും MT വാസുദേവൻ നായർ പറഞ്ഞു. മലയാള സാഹിത്യത്തിലെ കുലപതിയുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇന്ന് പ്രദീപ് കുമാർ MLA-യുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. കോഴിക്കോട് ബിഷപ്പിനെ സന്ദർശിച്ച ശേഷമാണ് പ്രദീപ് കുമാർ മലയാള സാഹിത്യ കുലപതി MT-യുടെ വീട്ടിലെത്തിയത്. വാർദ്ധക്യ സഹജമായ അവശതകൾക്കിടയിലും MT വാസുദേവൻ നായർ പ്രദീപ് കുമാറിനെ ഹൃദ്യമായി സ്വീകരിച്ചു. ആരോഗ്യത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ജയിക്കേണ്ടതെന്നും മുൻപ് ആളുകൾ കയറി ചെല്ലാൻ അറക്കുന്ന ആശുപത്രികളും വിദ്യാലയങ്ങളും അത്യന്താധുനിക സൗകര്യങ്ങളുള്ളതാക്കി മാറ്റിയ പ്രദീപ് കുമാർ MLA-ക്ക് പാർലമെന്റ് അംഗമായാൽ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനാകുമെന്നും MT പറഞ്ഞു. പ്രദീപ് കുമാർ MLA ആയിരിക്കുന്ന കാലത്ത് ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, ജനങ്ങളുടെ മുമ്പിലില്ലേ. ഒന്നിനും കൊള്ളാതെ കിടന്നിരുന്ന ആശുപത്രി എത്ര നന്നാക്കി, എത്ര സ്കൂളുകൾ എത്ര നന്നാക്കി. അപ്പം അത് ഇനി കുറേ കൂടി വിപുലമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വന്നാൽ ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി കൈവശം അതിൻ്റെ ഉത്തരവാദിത്വം വന്നാൽ ഇതിലും വലിയ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ജനങ്ങൾക്കറിയും. അതിപ്പോൾ നമ്മളാരും പറയാതെ തന്നെ ജനങ്ങൾക്കറിയുന്നതാണ്. ജനങ്ങളും കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് വേണ്ടത്. നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളാണ് അധികാരസ്ഥാനത്ത് വരേണ്ടത്. MT ആയിട്ട് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ
ഉള്ള ഒരു ബന്ധമുണ്ട്. എപ്പോഴും ഇവിടെ വരികയും MD കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ബന്ധമുണ്ട്. MD എല്ലാ കാലത്തും നമ്മുടെ പൊതുപ്രവർത്തനത്തെയും അദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടെടുക്കാതെ തന്നെ നമ്മുടെ പൊതുപ്രവർത്തനത്തെയും വികസന പ്രവർത്തനങ്ങളെയൊക്കെ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്. A. പ്രദീപ് കുമാറിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ടാണ് MT ഇവിടെ നിന്നും യാത്രയാക്കിയത്. MTയുടെ ഭവനത്തിൽ നിന്നും ക്യാമറമാൻ ഫിറോസ് കുട്ടാലിയുടെക്കൊപ്പം PV ജോഷില. പ്രചാരണ തിരക്കിനിടയിൽ സ്ഥാനാർത്ഥിയുടെ പുസ്തക പ്രകാശനം. പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MB രാജേഷിന്റെ നിശബ്ദരായിരിക്കുവാൻ എന്തവകാശം എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. 5 വർഷത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. നിശബ്ദരായിരിക്കുവാൻ എന്തവകാശം? സമകാലിക ഇന്ത്യയിൽ ഉയർന്നുവരുന്ന വലിയ ചോദ്യം. ഈ ചോദ്യമുയർത്തി കഴിഞ്ഞ 5 വർഷക്കാലം MB രാജേഷ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ നിലപാടുകളും പ്രതികരണങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക വിഷയങ്ങൾക്കൊപ്പം അനുഭവങ്ങളും ഓർമ്മകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ സുനിൽ P. ഇളയിടം പുസ്തകം പ്രകാശനം ചെയ്തു. യുവകവയിത്രി NP സ്നേഹ പുസ്തകം ഏറ്റുവാങ്ങി. ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം തന്നെയാണ് പുസ്തകവും ചർച്ച ചെയ്യുന്നതെന്ന് MB രാജേഷ് പറഞ്ഞു. ഈ പോസ്റ്റുകളെല്ലാം 2014-നും 2019-നും ഇടയിൽ എഴുതിയിട്ടുള്ളതാണ്. അതാത് കാലത്ത് ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ദേശീയ തലത്തിലും പ്രാദേശികമായിട്ടൊക്കെ ഉയർന്നു വന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ പോസ്റ്റുകളെല്ലാം. അപ്പം അത് അല്പം വൈകി ഈ സമയത്താണ് വന്നതെങ്കിലും ഇപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം തന്നെയാണ് ഈ പുസ്തകവും ചർച്ച ചെയ്യുന്നത്. P. ഉണ്ണി MLA, TK നാരായണദാസ്, M. ഹംസ, TR അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡയലോഗ് ഫിലിം സൊസൈറ്റിയും ചേതന കലാസാംസ്കാരിക വേദിയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടതുമുന്നണിക്ക് നല്ല അസല് വിജയമുണ്ടാകുമെന്ന് VS അച്യുതാനന്ദൻ. സജീവമായി തന്നെ പ്രചരണത്തിനിറങ്ങുമെന്നും VS പറഞ്ഞു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. സമ്പത്ത് VSനെ സന്ദർശിച്ചു. ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. സമ്പത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് VS അച്യുതാനന്ദനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും സജീവമായി തന്നെ പ്രചരണ രംഗത്ത് ഉണ്ടാകുമെന്ന് VS ഉറപ്പു നൽകി. ഇടതുമുന്നണിയുടെ വിജയത്തിലും VSന് സംശയമുണ്ടായിരുന്നില്ല. മുന്നണി നല്ല വിജയം ഉണ്ടാവും ഇടതുമുന്നണിക്ക്. അസലായിട്ട് പ്രചരണത്തിന് പോകുന്നുണ്ടല്ലോ. പിന്നെ കടുത്ത വേനലിനെ അതിജീവിച്ചുള്ള പ്രചരണ വിശേഷങ്ങളും VSുമായി സമ്പത്ത് പങ്കുവച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഇതിഹാസമായിട്ടുള്ള സഖാവ് VS നിങ്ങളോടൊപ്പം സന്തോഷം പങ്കെടുക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ അഭിമാനകരമായ വിജയം ആ വിധത്തിൽ സമ്മാനിക്കാൻ എല്ലാ ജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും പങ്കാളിത്തവും അനുഗ്രഹാശിസ്സുകളും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. CSI ബിഷപ്പ് ഡോക്ടർ ധർമ്മരാജ് റസാലത്തെ സന്ദർശിച്ചാണ് A. സമ്പത്ത് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി A. സമ്പത്ത് വോട്ട് അഭ്യർത്ഥിച്ച് ശിവഗിരി മഠത്തിലുമെത്തി. സ്വാമി പ്രകാശാനന്ദ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. സ്വാമിമാരെയും ഭക്തജനങ്ങളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാണ് സമ്പത്ത് മടങ്ങിയത്. ശിവഗിരി മഠത്തിലെത്തിയ ഡോക്ടർ A. സമ്പത്തിന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. മുൻ പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദന്റെ നേതൃത്വത്തിലാണ് സമ്പത്തിനെ സ്വീകരിച്ചത്. പത്മശ്രീ വിശുദ്ധാനന്ദ, ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ, സ്വാമി വിശാലാനന്ദ, സ്വാമി ഗുരുപ്രസാദ്, സ്വാമി ഉദംബരാനന്ദ തുടങ്ങി മഠത്തിലെ ആത്മീയാചാര്യന്മാരുടെ അനുഗ്രഹം വാങ്ങിയാണ് സമ്പത്ത് മടങ്ങിയത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നമ്മളെ പഠിപ്പിച്ച ആ മഹാനുഭാവന്റെ സമാധി സ്ഥലത്താണ്. കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ പ്രഥമ ഗണനീയനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ മണ്ണാണ്. മനുഷ്യനെ നന്നാക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും പ്രയാസകരമായ ദൗത്യം എന്നത് സ്വന്തം അനുഭവ സമ്പത്തിൽ കൂടി മനസ്സിലാക്കിയ ആ മഹാനുഭാവൻ ഇവിടെ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ദൗത്യമാണ് ശിവഗിരി ഉദ്ഘോഷിക്കുന്നത്. ഇത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെയെല്ലാം തന്നെ ഒസ്യത്താണത്. നമ്മുടെയെല്ലാം പൊതുവായി അഭിമാനത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽപ്പെടുന്നതാണ് ശിവഗിരി കുന്നുകൾ. വർക്കല MLA അഡ്വക്കേറ്റ് V. ജോയിയും സമ്പത്തിനൊപ്പം ശിവഗിരിയിൽ എത്തിയിരുന്നു. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ കുടുംബാംഗങ്ങളെയും സമ്പത്ത് സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എറണാകുളം മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥി P. രാജീവ് അട്ടിമറി വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വോട്ടർമാർ. മണ്ഡലത്തിൽ LDF ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കുന്നതെന്നും വോട്ടർമാർ അഭിപ്രായപ്പെടുന്നു. അതേസമയം ക്യാമ്പസുകളിൽ നിന്നുൾപ്പെടെ യുവതി യുവാക്കളുടെ വലിയ പിന്തുണയും ഇതിനകം രാജീവിന് ലഭിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ വോട്ട് മാത്രമല്ല, നിഷ്പക്ഷമതികളായ കുറേ വിദ്യാസമ്പന്നരായവരും മറ്റേ ഡോക്ടർമാരും എഞ്ചിനീയർമാരും എഴുത്തുകാരും ഇങ്ങനെയുള്ളവരുടെ വോട്ട് പുള്ളിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അതിൽ ജയിക്കും. ഇതാണ് മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണം.
രാജീവിലൂടെ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് അവർ ഉറപ്പിക്കുന്നു. ശക്തനായ സ്ഥാനാർത്ഥിയാണ് LDF-ന്റേതെന്ന വാദത്തിൽ എതിരാളികൾക്ക് പോലും എതിർപ്പില്ല. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥി നല്ല ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അതിന് ബദലായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ മത്സരം വ്യത്യാസം വരും. ക്യാമ്പസുകളും രാജീവിനൊപ്പം തന്നെയെന്ന് യുവജനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കാലത്ത് തീപ്പൊരി നേതാവും തങ്ങളുടെ വഴികാട്ടിയുമായ പ്രിയ നേതാവിനെ ഫിഷറീസ് സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ആവേശത്തോടെയാണ് വരവേറ്റത്. രാജീവിന്റെ വിജയം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കെല്ലാം ഒരേ ശബ്ദം. ഇടതുപക്ഷ ജനാധിപത്യ ഭരണം വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ പ്രശ്നമായിട്ട് സഖാവിന്റെ അടുത്ത് ചെല്ലുമ്പോഴും വളരെ നല്ല പ്രതികരണമായിരുന്നു. ഞങ്ങൾക്ക് നല്ല സഹായമായിട്ട് എല്ലാ കാലത്തും ഉള്ളതാണ്. ഒരു ചുമതല ഇല്ലാതിട്ട് തന്നെ എല്ലാ പ്രശ്നവും ഓടി. അപ്പോൾ MBA തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും പാർട്ടിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. അതുകൊണ്ട് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും വോട്ട് തീർച്ചയായിട്ടും സഹായമായിരിക്കും. വോട്ട് അഭ്യർത്ഥിക്കുന്ന വേളയിൽ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ഇടത് സ്ഥാനാർത്ഥി P. രാജീവ് പറഞ്ഞു. അവരിലൊരാൾ, അവരോടൊപ്പമുള്ള ഒരാൾ എന്നൊരു ഫീലിംഗ് ആണ് അവരെ സമീപിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരിലും നല്ല ആവേശം കാണുന്നുണ്ട്. വ്യക്തികളെ നേരിൽ കണ്ടും വിവിധ സ്ഥാപനങ്ങളിൽ ചെന്നും വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് രാജീവ്. എതിർ സ്ഥാനാർത്ഥികൾ കൂടി കളത്തിലിറങ്ങുന്നതോടെ പ്രചാരണത്തിന് കൂടുതൽ ചൂടുപിടിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ വിജയം ഉറപ്പിക്കുമെന്ന വനിതകളുടെ പ്രഖ്യാപനം. ശ്രീമതി ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ പാർലമെന്റിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF-ന്റെ അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾക്കും തുടക്കമായി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വീണ്ടും ശ്രീമതി ടീച്ചറെ പാർലമെന്റിൽ എത്തിക്കുമെന്നാണ് ആയിരക്കണക്കിന് വനിതകൾ ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചത്. വനിതാ മതിലിന് ശേഷം കണ്ണൂർ ജില്ല കണ്ട ഏറ്റവും വലിയ വനിതാ മുന്നേറ്റമായി മാറി ശ്രീമതി ടീച്ചറുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ്. മട്ടന്നൂരിലും ശ്രീകണ്ഠപുരത്തും CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിന്റെ വികസനത്തിനൊപ്പം കഴിഞ്ഞ 5 വർഷം രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ശ്രീമതി ടീച്ചർ പാർലമെന്റിൽ ശബ്ദമുയർത്തിയതെന്ന് ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. And she is the one woman MP who stood up and demanded women's reservation in parliament. All the women with any problems, they will come and ask us, please introduce us to PK Srimati. We know that she will raise our voice in parliament. So she is not only your MP, she is the MP who raises the voice of all struggling women in India. കണ്ണൂരിന്റെ വികസന നായിക PK ശ്രീമതി ടീച്ചർക്ക് ആവേശകരമായ സ്വീകരണമാണ് വനിതാ പാർലമെന്റിൽ ലഭിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ പൂർണ്ണമായും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരാളായി ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും പ്രവർത്തിക്കുന്നവരാണ്. ആ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കഴിഞ്ഞ 5 വർഷക്കാലവും ഞാൻ പ്രവർത്തിക്കാൻ എന്റെ പരമാവധി കഴിവ് വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾക്കും തുടക്കമിട്ട് LDF പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തി. പേരാവൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.